കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം. പലതരത്തിലുള്ള എക്കണോമിക് സിസ്റ്റമാണ് നിലവിലുള്ളത്. എക്കണോമിക് സിസ്റ്റത്തിനെ നമുക്ക് 4ആയി തരംതിരിക്കാം: ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, മിക്സഡ് എക്കോണമി. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് എക്കണോമിക് സിസ്റ്റമാണ്. എക്കണോമിക് സിസ്റ്റത്തെ നമുക്ക് എത്രയായി തരംതിരിക്കാം? 4ആയി തരംതിരിക്കാം: ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, മിക്സഡ് എക്കോണമി. കൂടെ പറയുക: ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, മിക്സഡ് എക്കോണമി. ഒന്നാമത്തെ നമ്മൾ എടുക്കുകയാണ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയെന്ന് നമുക്ക് പറയാം. മുതലാളിമാർ കൈയാളുന്ന സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിമാർ നിയന്ത്രിക്കുന്ന സമ്പത്ത് വ്യവസ്ഥയെ നമ്മൾ എന്ത് പറയും? ക്യാപിറ്റലിസം എന്ന് നമ്മൾ പറയും. ക്യാപിറ്റലിസം ഈസ് ആൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ വിച്ച് കൺട്രീസ്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസ് ആർ കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഓണേഴ്സ്. ഓക്കെ, ഫോർ പ്രോഫിറ്റ് റേദർ ദാൻ സ്റ്റേറ്റ്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിൻ്റെ ട്രേഡ്, കൺട്രീസ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, രാജ്യത്തിൻ്റെ ട്രേഡും വ്യാപാരവും വ്യവസായവും ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? പ്രൈവറ്റ് ഓണേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ഇവരുടെ മെയിൻ ലക്ഷ്യം എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അറിയാമല്ലോ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റാണ്. അവിടെ ജനക്ഷേമത്തിന് പ്രാധാന്യം കുറവാണ്. ഓക്കെ, നോക്കിയേ രണ്ടാമത്തെ പോയിന്റിൽ അത് എടുത്തു പറയുന്നുണ്ട്. മെയിൻ എയിം ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഈസ് മാക്സിമൈസ് പ്രോഫിറ്റ്. മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏത്? മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ മെയിൻ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, പിന്നെന്താണ്? ഇൻ എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഗവൺമെൻറ് ഹാസ് ലിമിറ്റഡ് റോൾ ഓൺലി. ഓക്കെ, ഇവിടെ എന്താണ്? വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മുതലാളിമാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? ഗവൺമെൻറ്റിന് ഇവിടെ വലിയ റോളൊന്നും ഇല്ല. പ്രൈസ് നിശ്ചയിക്കുന്നതും എന്ത് വിലയ്ക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതെല്ലാം ആരാണ്? മുതലാളിമാർ തന്നെയാണ്. എക്കണോമിക് സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഏത്? ക്യാപിറ്റലിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ റോളെന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെൻറ്റിൻ്റെ റോളെന്ന് പറയുന്നത് നിയമങ്ങൾ മാത്രം ഉണ്ടാക്കുക. വേറെ ഒന്നും എന്ത് ചെയ്യുന്നില്ല? വലിയ റോളൊന്നും അവിടെ ഗവൺമെൻറ്റിനില്ല. മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയ്ക്കാണ് അല്ലെങ്കിൽ മുതലാളിമാർക്കാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പ്രാധാന്യം കൂടുതൽ. ഫീച്ചേഴ്സ് നോക്കിയോ. ഒന്നാമത്തെ എന്താണ്? ക്യാപിറ്റലിസമാണ് അല്ലേ. ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. വ്യക്തികൾ തുടങ്ങുന്നതാണ് അല്ലെങ്കിൽ മുതലാളിമാർ കൈയാളുന്ന സമ്പത്ത് വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലക്ഷ്യം എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ഈസ് ദ ഓൺലി മോട്ടീവ് ഫോർ ദി ഫങ്ഷനിങ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി നിലനിൽക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഇവർക്ക് ജനക്ഷേമം ഒന്നും ഒരു പ്രശ്നമേ അല്ല. ലാഭമാണ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ മെയിൻ ലക്ഷ്യം. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ഫ്രീഡം ഓഫ് ചോയ്സ്. ദ പ്രോഡക്ട്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ പ്രൊഡ്യൂസേഴ്സ്. ദേ ഹാവ് ദ ഫ്രീഡം ടു ഡിസൈഡ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോഡക്റ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ എന്ത് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്? മുതലാളിമാരാണ്. പക്ഷേ സോഷ്യലിസത്തിൽ അങ്ങനെയല്ല. സോഷ്യലിസത്തിൽ പൊതു താല്പര്യം എന്താണോ അതനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? സാധനങ്ങൾ ഉണ്ടാക്കേണ്ടത് അല്ലേ. പക്ഷേ ക്യാപിറ്റലിസത്തിൽ എന്തല്ല? പൊതു താല്പര്യത്തിനൊന്നും പ്രാധാന്യമില്ല. മുതലാളിമാർ എന്തുണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നു, അത് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് അയാൾ വിൽക്കുന്നു, അത് അയാൾ എന്ത് ചെയ്യുന്നു? കാശാക്കി മാറ്റുന്നു. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം ഓക്കെ എന്ന് തീരുമാനിക്കുന്നതിനുള്ള ഫ്രീഡം ഓഫ് ചോയ്സ് ഇവിടെ എന്തുണ്ട്? മുതലാളിമാർക്ക് ഉണ്ട്. അത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ രണ്ടാമത്തെ ഫീച്ചേഴ്സാണ്. മൂന്നാമത്തെ, മാർക്കറ്റ് ഫോഴ്സസ്. എ മാർക്കറ്റ് ഫോഴ്സസ് ലൈക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആൻഡ് പ്രൈസ് ആർ ദി സിഗ്നൽ ടു ഡയറക്റ്റ് ദ സിസ്റ്റം. ഇവിടെ ജനക്ഷേമത്തിനല്ല പ്രാധാന്യം, മാർക്കറ്റിൽ ഡിമാൻഡിനും സപ്ലൈക്കും. ഏത് പ്രോഡക്റ്റിനാണോ ഡിമാൻഡ് ഉള്ളത് ആ പ്രോഡക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ജനങ്ങൾക്ക് എന്താവശ്യം എന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നോക്കുന്നില്ല. കാരണം ഇത് സോഷ്യലിസം അല്ല, ഇതെന്താണ്? ക്യാപിറ്റലിസമാണ്. മിനിമൽ റോൾ ഓഫ് ഗവൺമെൻറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞ പോയിൻ്റാണ്. ഗവൺമെൻറ്റിന് ഇവിടെ എന്തേ ഉള്ളൂ? ലിമിറ്റഡ് റോൾ മാത്രമേ എന്തുള്ളൂ? ഗവൺമെൻറ്റിന് ഇവിടെ വരുന്നുള്ളൂ. ഗവൺമെൻറ് റോൾ വിൽ ബി ലിമിറ്റഡ് ടു സം ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. ദേ ഇൻക്ലൂഡ് റെഗുലേഷൻ ഓഫ് മാർക്കറ്റ്, ഫോറിൻ പോളിസി അല്ലേ. വിദേശ നയങ്ങൾ എടുക്കുക, പിന്നെന്താണ്? റെഗുലേറ്റ് മാർക്കറ്റ് നടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക. അത് മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ റോള്. ഗവൺമെൻറ്റിന് എന്തില്ല? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ വലിയ റോളൊന്നും ഇല്ല. പിന്നെന്താണ്? കോമ്പറ്റീഷൻ. ഇൻ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ദെയർ വിൽ ബി കോമ്പറ്റീഷൻ എമംഗ് പ്രൊഡ്യൂസേഴ്സ് അല്ലെ. മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ എന്തുണ്ട്? കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ സോഷ്യലിസത്തിൽ കോമ്പറ്റീഷൻ വരുന്നില്ല. കാരണം പ്രോഫിറ്റ് അല്ല ലക്ഷ്യം, ആളുകളെ സേവിക്കുക എന്നതാണ്. ഫോർ എക്സാമ്പിൾ റേഷൻ കടകളിലൊന്നും കോമ്പറ്റീഷൻ വരാറില്ല. അത് ഗവൺമെൻറ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മുൻകൈ എടുത്ത് അത്തരം
സേവനങ്ങൾ നടപ്പാക്കുകയുള്ളൂ. പക്ഷേ ക്യാപിറ്റലിസത്തിൽ അങ്ങനെയല്ല. ഇവിടെ എന്തുണ്ട്? പ്രൊഡ്യൂസേഴ്സ് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. കൺസ്യൂമറിസം, ഇവർ പ്രാധാന്യം കൊടുക്കുന്ന കൺസ്യൂമറിനാണ്. ഓക്കെ, ദ മാർക്കറ്റ് എക്കണോമിക് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദി ടേസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. നമുക്കറിയാം ഇത് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയാണ്. അപ്പം മുതലാളിമാർക്ക് നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൺസ്യൂമറെ സന്തോഷിപ്പിക്കണം. കൺസ്യൂമറിൻ്റെ ടേസ്റ്റിനും കൺസ്യൂമറിൻ്റെ ആറ്റിറ്റ്യൂഡ് മനോഭാവത്തിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റലിസം പറഞ്ഞു. എന്താണ്? ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് തുടങ്ങുന്ന എക്കണോമിക് സിസ്റ്റത്തെ ക്യാപിറ്റലിസം എന്ന് പറയുന്നു. മെയിൻ എയിം ഓഫ് പ്രോഫിറ്റ് ആണ്. പിന്നെന്താണ്? ഗവൺമെൻറ്റിന് ലിമിറ്റഡ് റോൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ എവിടെയും പഠിച്ചത്, ഫീച്ചേഴ്സിലും പഠിച്ചത്. പ്രോഫിറ്റ് മോട്ടീവ് മെയിൻ എയിമാണ്. ഫ്രീഡം ഓഫ് ചോയ്സ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? മുതലാളിമാരാണ്. പിന്നെന്താണ്? മാർക്കറ്റ് ഫോഴ്സസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചായിരിക്കും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിന് ഇവിടെ എന്തേ ഉള്ളൂ? മിനിമൽ റോൾ മാത്രമേ ഉള്ളൂ. പിന്നെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. കൺസ്യൂമറിനായിരിക്കും പ്രാധാന്യം കൂടുതൽ. ക്യാപിറ്റലിസത്തിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയോ. ഒന്ന്, ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ്. മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയാണ്. അപ്പോൾ ഉള്ള റിസോഴ്സ് എല്ലാം എന്ത് ചെയ്യും? മാക്സിമം എന്ത് ചെയ്യും? യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, വേസ്റ്റേജ് കുറച്ച് മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തിയായിരിക്കും എന്ത് ചെയ്യുന്നത്? മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത്. ഇന്നൊവേഷൻ ഇൻ പ്രൊഡക്ഷനിൽ എന്തായിരിക്കും? ഇന്നൊവേഷൻസ് കൊണ്ടുവരും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫീച്ചേഴ്സിൽ കൺസ്യൂമറിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ടേസ്റ്റിനനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? ഇന്നൊവേഷൻ ആവശ്യമാണ്. പുതുമ അവിടെ എന്താണ്? ആവശ്യമാണ്. എക്കണോമിക് ഫ്രീഡം ഇല്ലേ? സാമ്പത്തിക സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരിക്കും. ബെറ്റർ പ്രൊഡക്ഷൻ, നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും. കാരണം എന്താണ്? കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് എന്ത് ചെയ്യുന്നത്? മെയിൻ ലക്ഷ്യം. ഓക്കെ, പിന്നെ എന്താണ്? എക്കണോമിക് പ്രോസ്പെരിറ്റി, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. ഒരു കൺസ്യൂമർ എത്രത്തോളം പൈസ മുടക്കുന്നോ അത്രയും നല്ല പ്രോഡക്റ്റ് എന്ത് ചെയ്യും? ഇവിടെ ക്യാപിറ്റലിസത്തിൽ കിട്ടും. ഇൻക്രീസ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. പ്രൈസ് മെക്കാനിസം, ഇവിടെ എന്തായിരിക്കും? പ്രൈസ് മെക്കാനിസം ആയിരിക്കും മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡ്യൂസർ ഒരു പ്രൈസ് ഇടും. ആ പ്രൈസ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോഡക്റ്റ് വേണമെങ്കിൽ നമ്മളത് വാങ്ങിച്ചോളണം. പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരിക്കും. കാരണം അവരെന്താണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ അവർ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റൊക്കെ കൊടുത്ത് കൺസ്യൂമറിനെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകാൻ എന്തേ ഉള്ളൂ? നോക്കുള്ളൂ. എന്നാൽ ഇതിന് ക്യാപിറ്റലിസത്തിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന്, സ്റ്റിഫ് കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും. ഈ പറയുന്ന പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് തമ്മിൽ എന്തായിരിക്കും? നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. മൊണോപ്പൊളിസ്റ്റിക് ടെൻഡൻസി, ഓരോരുത്തർക്കും വളർന്ന് അവർ മാത്രമായിട്ട് നിൽക്കാനുള്ള താല്പര്യം എന്ത് ചെയ്യും? ഉണ്ടാവും. എൻ്റെ കമ്പനി മാത്രം മതി, ഞാൻ ഏറ്റവും മുന്നിൽ എത്തണം എന്ന് എന്താണ്? കാരണം ഇത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവർക്ക് അങ്ങനെ തോന്നും അല്ലേ? ഞാൻ മാത്രം നിന്നാൽ മതി എന്ന് എന്ത് ചെയ്യും? തോന്നും. പിന്നെന്താണ്? ക്രിയേറ്റ് എ ക്ലാസ് ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവും. ഇത് സോഷ്യലിസം അല്ല. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. വില കൊടുത്ത് ഈ പറയുന്ന പ്രോഡക്റ്റുകൾ വാങ്ങാൻ പറ്റണമെന്നില്ല. കാശുള്ളവർ മാത്രം എന്ത് ചെയ്യും? വാങ്ങും. കാശില്ലാത്തവൻ എന്ത് ചെയ്യും? അത് നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ക്ലാസ് ഡിസ്പാരിറ്റി ഉണ്ടാവും. പിന്നെന്താണ്? ഇവിടെ ഹ്യൂമൻ വെൽഫെയറിന് പ്രാധാന്യമില്ല, പ്രോഫിറ്റിനാണ് പ്രാധാന്യം. പിന്നെന്താണ്? ഇൻസ്റ്റബിലിറ്റി ഓഫ് എക്കണോമിയിൽ എന്തുണ്ടാവണമെന്നില്ല? സ്റ്റെബിലിറ്റി, സ്ഥിരത ഉണ്ടാകണമെന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ക്യാപിറ്റലിസത്തിൻ്റെ ഓപ്പോസിറ്റാണ് സോഷ്യലിസം. ക്യാപിറ്റലിസം പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാണ്? പ്രോഫിറ്റിനാണെങ്കിൽ സോഷ്യലിസം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുടെ വെൽഫെയറിനാണ്, ആളുകളുടെ ക്ഷേമത്തിനാണ് എന്ത് ചെയ്യുന്നത്? സോഷ്യലിസം പ്രാധാന്യം കൊടുക്കുന്നത്. സോഷ്യലിസം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ദ മേജർ ഇൻഡസ്ട്രീസ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾ ബൈ ദി ഗവൺമെൻറ്. ക്യാപിറ്റലിസത്തിലെ ഇൻഡസ്ട്രീസ് കൺട്രോൾ ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഇവിടെ ആരാണ്? ഗവൺമെൻറ് ആണ്. ഓക്കെ, പിന്നെന്താണ്? റേദർ ദാൻ ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ദി കമ്പനി. എല്ലാ ബിസിനസ്സും അല്ലേ, എല്ലാ കാര്യങ്ങളും എന്താണ്? ഇൻഡിവിജ്വൽസിന് പകരം സോഷ്യലിസത്തിൽ അല്ലെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന എക്കണോമിക് സിസ്റ്റത്തെ നമുക്ക് എന്ത് പറയാം? സോഷ്യലിസം എന്ന് പറയാം. നോക്കിയോ, ആൻ എക്കണോമിക് ഓർഗനൈസേഷൻ ഇൻ വിച്ച് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദി സ്റ്റേറ്റ്. ഇവിടെ എന്താണ്? എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ ആരാണ്? സ്റ്റേറ്റാണ്, ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ തീരുമാനിക്കുന്നത്. ഓക്കെ, ജനക്ഷേമത്തിനായിരിക്കും ഇവിടെ പ്രാധാന്യം കൂടുതൽ. ഇനി നോക്കിയോ, ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം. ഒന്ന്, പബ്ലിക് ഓണർഷിപ്പ്. പറഞ്ഞല്ലോ, ആരാണ് ഓൺ ചെയ്യുന്നത്? ആരാണ്? അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞ ബിസിനസ് ഉണ്ടാക്കുന്നതും ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. മനസ്സിലായില്ലേ? സോഷ്യലിസ്റ്റ് എക്കോണമി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി പബ്ലിക് ഓണർഷിപ്പ്
ഓഫ് ദി മീൻസ് ഓഫ് ദി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും നടത്തുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് ഏറ്റവും താഴെയുള്ള ആളുകളെ വരെ എന്ത് ചെയ്യും? ഇവിടെ കൺസിഡർ ചെയ്യും. സെൻട്രൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സോഷ്യലിസ്റ്റ് എക്കോണമി ഈസ് എ ഫുള്ളി പ്ലാൻഡ് എക്കോണമി. ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുള്ളി പ്ലാൻഡ് എക്കോണമിയാണ്. ഒരു രാജ്യത്തെ ആളുകൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ് മെയിൻ ലക്ഷ്യം? സോഷ്യലിസത്തിൻ്റെ മെയിൻ ലക്ഷ്യം എന്തായിരിക്കും? വെൽഫെയർ ആണ്. അതാണ് പറയുന്നത് സോഷ്യൽ വെൽഫെയർ മോട്ടീവ്. ഇൻ എ സോഷ്യലിസ്റ്റ് എക്കോണമി ദ ഔട്ട്പുട്ട് ഓഫ് റിസർച്ചേഴ്സ് ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ടു മാക്സിമൈസ് ദ സോഷ്യൽ വെൽഫെയർ. ഓക്കെ, ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഈ പറയുന്ന സോഷ്യലിസം നിലവിൽ വന്നിട്ടുള്ളത്. ആളുകളുടെ വെൽഫെയർ ഇല്ല, ആളുകൾക്ക് കുറഞ്ഞ ചിലവിൽ എന്ത് ചെയ്യുക? അരിയൊക്കെ കൊടുക്കുക. ഞാൻ എക്സാമ്പിൾ റേഷൻ കട പറഞ്ഞു, അതൊക്കെ സോഷ്യലിസത്തിൻ്റെ ഭാഗമാണ്. ലിറ്റിൽ ഇമ്പോർട്ടൻസ് ടു പ്രൈസ് മെക്കാനിസം. ഇവിടെ പ്രൈസ് മെക്കാനിസത്തിന് ചെറിയ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. മെയിൻ ലക്ഷ്യം എന്ത് തന്നെയാണ്? വെൽഫെയർ ആണ്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ കുറവായിരിക്കും. കാരണം ആളുകൾക്ക് വെൽഫെയർ കൊടുത്താൽ പ്രോഫിറ്റ് കുറയും. അപ്പോൾ പ്രോഫിറ്റ് ഇല്ലാത്ത ബിസിനസ്സിൽ ആരെങ്കിലും പുതുതായിട്ട് വരുമോ? വരില്ല. ഓക്കെ, കോമ്പറ്റീഷൻ കൂടുതൽ എവിടെയായിരിക്കും? ക്യാപിറ്റലിസത്തിലായിരിക്കും, മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിലായിരിക്കും. ഇവിടെ എന്താണ്? കുറവായിരിക്കും. ഓക്കെ, നമുക്ക് സോഷ്യലിസത്തിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജും കൂടി നോക്കാം. ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. സോഷ്യലിസമാണ് ശരിക്കും ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ആളുകളെ നല്ല രീതിയിലൊന്നും റിസോഴ്സ് വിഭവങ്ങൾ യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ മെറിറ്റ്സ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്, പഠിക്കാം. രണ്ട്, ഹ്യൂമൻ വെൽഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സോഷ്യലിസത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ്? ആളുകളുടെ ക്ഷേമമാണ്. ഒരുപക്ഷെ ആളുകളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരേ ഒരു എക്കണോമിക് സിസ്റ്റം അതെന്തായിരിക്കും? സോഷ്യലിസം ആയിരിക്കും. മനസ്സിലായില്ലേ? അവോയ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ. ആളുകളെ ചൂഷണം ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഒഴിവാകും. സെൻട്രൽ പ്ലാനിങ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അവിടെ ക്യാപിറ്റലിസത്തിൽ പാവപ്പെട്ടവനും പണക്കാരനെന്നും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഉൾക്കൊള്ളിക്കുന്നു. അതാണ് സെൻട്രൽ പ്ലാനിങ്. ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സിന് എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? യൂട്ടിലൈസ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ. ഇവിടെ മോട്ടിവേഷനൊന്നുമില്ല. കൂടുതൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ലാഭം കിട്ടും അങ്ങനെയൊന്നുമില്ല. കാരണം എന്താണ്? ആളുകൾക്ക് ക്ഷേമം കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. റെഡ് ടാപ്പിസം എന്ന് പറഞ്ഞാൽ ചുവന്ന നാട എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻഡിങ് ഒക്കെ കൂടുതലായിരിക്കും. ഓക്കെ, ഓരോരോ പരാതികളൊക്കെ എന്ത് ചെയ്യും? കെട്ടിക്കിടക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റികളൊന്നും കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യുന്നില്ല? ചെയ്യില്ല. സോഷ്യലിസമാണ് ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായും ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്താണ് എല്ലാവരും എന്ത് ചെയ്യും? ലീവ് എടുത്ത് വളരെ അലക്ഷ്യമായിട്ട് എന്ത് ചെയ്യും? അവരുടെ ആക്ടിവിറ്റീസൊക്കെ നടത്തും. ലാക്ക് ഓഫ് കൺസ്യൂമർ ഫ്രീഡം. ഇവിടെ കൺസ്യൂമറിന് ഫ്രീഡം ഒന്നുമില്ല ഇല്ലേ? എന്താണോ എന്താണോ ഗവൺമെൻറ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ക്ഷേമത്തിന് വേണ്ടി എന്ത് കൊടുക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളണം. ഇംപ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ചില സമയങ്ങളിൽ എന്താണ്? റിസോഴ്സ് നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യണമെന്നില്ല. പ്രൈസ് മെക്കാനിസം ഈസ് ലാക്കിങ്. ഇവിടെ എന്താണ്? പ്രൈസ് മെക്കാനിസത്തിന് പ്രാധാന്യം ഇല്ല. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലിസവും സോഷ്യലിസവും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? പഠിച്ച് കഴിഞ്ഞിരിക്കുന്നു.